ദ്വേഷ അണ്ണാമലയുടെ പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. അണ്ണാമലയ്ക്ക് ക്ഷണം ലഭിച്ചു എന്നുള്ള തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു, അണ്ണാമലയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല, അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചായ സൽക്കാരത്തിലും അണ്ണാമലയ്ക്ക് ക്ഷണമില്ല. BJP സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. 27% വരെ വോട്ട് കൂടും എന്ന് ഉള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ അണ്ണാമലൈ നടത്തിയെങ്കിലും കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്രവിഡിയൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ മറികടക്കാനുള്ള ശേഷി BJPക്ക് അവിടെ ഉണ്ടായില്ല. പല വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു, സനാതന ധർമ്മം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിലും അതൊന്നും വലിയ തോതിൽ ഏറ്റില്ല എന്നുള്ളത് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടാൽ അറിയാം. മാത്രമല്ല അണ്ണാമലൈ കോയമ്പത്തൂരിൽ നിന്നും വലിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തവണ 42,000 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ അത് 1,00,000 മേൽ വോട്ടുകൾക്ക് അണ്ണാമലൈ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അണ്ണാമലൈ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കെട്ടി ഉയർത്തിയ ഒരു രൂപമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി തമിഴ്നാട്ടിൽ വലിയ ചലനങ്ങളൊന്നും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മാറ്റി നിർത്തുന്നത്. സുരേഷ് ഗോപിയുടെ വാക്കുകളും ഞാൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധിയായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും അത്തരത്തിൽ അദ്ദേഹം ഒരു സൂചന നൽകി എന്നുള്ളൊരു ചെറിയ റിപ്പോർട്ടുകൾ അന്ന് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, തമിഴ്നാടും കേരളവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയിരുന്നു എന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം നടത്തിയ പ്രതികരണം ആ തരത്തിലായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ഞാൻ മലയാളികൾക്കും തമിഴ് ജനതയ്ക്കും അതുപോലെ തെലുങ്ക് ജനതയ്ക്കും സമർപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് മൂന്നും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. പിന്നെ മറ്റൊന്ന്, കേരളത്തിൽ നിന്നും കൂടുതൽ മലയാളികൾ മന്ത്രിമാരാകുമോ എന്നുള്ളത്. അതേസമയം സുരേഷ് ഗോപിക്ക് പുറമെ മറ്റാരെങ്കിലും വി മുരളീധരനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ മന്ത്രിയാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മന്ത്രിമാരാക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു തീരുമാനം, ഒരു പൊതു ധാരണ BJPയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അണ്ണാമലയ്ക്കൊപ്പം തന്നെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും സാധ്യത ഇന്ന് തീരെ വളരെ കുറവാണ്. പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത ഘട്ട വികസനത്തിൽ ഇവരുടെ പേരുകൾ പരിഗണിക്കാനുള്ള സാധ്യത മാത്രമാണുള്ളത്. ഇരുവരും വലിയ തോതിലുള്ള പ്രകടനം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും കാഴ്ചവെച്ചു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ പരിഗണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടാകും. കേരളത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയമായ നിക്ഷേപം നടത്തുന്ന BJP വി മുരളീധരൻ്റെ വലിയ വിജയം വലിയ പരാജയമാണെങ്കിലും അതൊരു മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ വലിയ വ്യത്യാസമില്ലാതെ, 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വലിയ തോതിൽ വോട്ട് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ വോട്ടും കോൺഗ്രസ് വോട്ടുകളും പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം എന്നുള്ളൊരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അവരുടെ ഒരു പൊട്ടൻഷ്യൽ BJPയുടെ ടാർഗറ്റാണ് ഈ മേഖലകളിലുള്ള ചില സമുദായങ്ങളൊക്കെ. അപ്പോൾ ആ സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കത്തക്ക തരത്തിൽ ഉള്ള ഒരു പിന്നീട് എപ്പോഴെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുരളീധരനെയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിക്കാനുള്ളൊരു സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത്. ദിവേഷ്. ശരി.